സങ്കടക്കടൽ തീർക്കുകയാണ് ആ കാഴ്ചകൾ നമ്മുടെ മുൻപിൽ. ഇപ്പോൾ അന്തിമ ഉപചാരം അർപ്പിക്കുകയാണ് സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും അനന്തുവിന്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തി ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ പങ്കുചേർന്ന് അവരോടൊപ്പം നിൽക്കുന്നു. ഏറ്റവും വേദനയാർന്ന നിമിഷം, ഏറ്റവും സങ്കടമാർന്നൊരു നിമിഷം. ഈ സമയം നമ്മളിങ്ങനെ ദുഃഖത്തിൽ നിൽക്കുകയാണ്. കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ആ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനോ പറയാനോ പറ്റില്ല. വാക്കുകൾ കൊണ്ട് എങ്ങനെ വിശദീകരിക്കണമെന്ന് പോലും പറയാൻ പറ്റാതെ പോകുന്ന, വാക്കുകൾ കിട്ടാതാകുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുമ്പോൾ എനിക്കും അനുഭവപ്പെടുന്നു. കാരണം അത്രമാത്രം വേദനയിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയൊക്കെയാണ് കുഞ്ഞിന് അന്ത്യചുംബനം നൽകുന്നത്. സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഇനിയില്ലല്ലോ ആ മകൻ, കൂടെ ഇല്ലല്ലോ എന്ന ഒരു സാഹചര്യത്തെ, ആ യാഥാർത്ഥ്യത്തെ അവരെങ്ങനെ അതിജീവിക്കും എന്നതാണ് ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ആ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്. അതിലപ്പുറം മറ്റൊരു നഷ്ടവും അവർക്ക് സംഭവിക്കാനില്ല. ഏറെ പ്രതീക്ഷയോടെ, ഏറ്റവും സ്നേഹത്തോടെ വളർത്തിയ മകൻ 15-ാം വയസ്സിൽ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നത് എത്രമാത്രം ദുഃഖകരമായിരിക്കും. നമുക്ക് എങ്ങനെ അത് വിശദീകരിക്കാൻ കഴിയും? എങ്ങനെ അവരെ ആശ്വസിപ്പിക്കാൻ കഴിയും? കേരളം ഒന്നടങ്കം ആ കുടുംബത്തിനോടൊപ്പം ചേർന്ന് ഐക്യദാർഢ്യം പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴും, ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുമ്പോഴും മറുവശത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ നാടകങ്ങളിൽ രോഷം കൊള്ളണം നമ്മൾ. ആ രാഷ്ട്രീയ നാടകങ്ങൾ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കണം. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അത്രമാത്രം നമ്മളെ പൊള്ളിക്കുന്നതാണ്, നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇനി ഈ വിനീഷ് വിളിച്ച ഫോൺ സന്ദേശങ്ങളിൽ മറ്റാരുമായിട്ടായിരുന്നു സംസാരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി നമുക്ക് വ്യക്തത ലഭിക്കേണ്ടത്. ഏതായാലും അന്വേഷണ സംഘം അതിൻ്റെ ചുവട് പിടിച്ച് വളരെ വിശദമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ UDF ഭരിക്കുന്ന പഞ്ചായത്തിലെ പ്രതിയുമായി, ഈ പഞ്ചായത്ത് ഭരണത്തിലെ പ്രമുഖരുമായി ഈ പ്രതിക്കുള്ള ബന്ധം പരിശോധിക്കുന്നു ക്രൈംബ്രാഞ്ച് എന്നതാണ് അടുത്ത ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ശരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ശരത്ത്, നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിൽ മറ്റു കേന്ദ്രങ്ങളിലേക്ക് ഫോൺ സന്ദേശം പോയിട്ടുണ്ട് എന്ന ഗൗരവപ്പെട്ട പരാമർശമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് ഇതാ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ നീക്കത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഈ പ്രതിക്ക് പഞ്ചായത്ത് ഭരണത്തിലെ പ്രമുഖരുമായുള്ള ബന്ധങ്ങൾ കൂടി പരിശോധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതായത് അയാളുടെ ഫോണിൽ നിന്ന് ഇവർക്കാർക്കെങ്കിലുമൊക്കെ സന്ദേശം പോയിട്ടുണ്ടോ, ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്തായിരുന്നു എന്നതടക്കമുള്ള വിശദമായ പരിശോധനയിലേക്ക് ആദ്യ മിനിറ്റുകളിൽ തന്നെ അന്വേഷണ സംഘം കടക്കുകയാണ്. അതെ, മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ പിടിയിലായ പ്രതി ആരൊക്കെയായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ ഈ വിഷയം, ഈ പ്രശ്നമാകെ പരിശോധിക്കുന്നവർക്ക് അതിലേക്ക് എത്തിച്ചേരാവുന്ന, സ്വാഭാവികമായും ഈ ഫോൺ വിളികൾ, ആ പ്രതി വിനേഷിൻ്റെ ഫോൺ വിളികൾ എവിടേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടാകാം എന്ന് നല്ല ധാരണയുണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ വിഷയം അറിഞ്ഞയുടൻ സമരരംഗത്തേക്ക് വന്ന നിലമ്പൂരിലെ കോൺഗ്രസും UDFും പിന്നെ എന്തുകൊണ്ട് നിശബ്ദമായി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സംശയം നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കം ഇന്നലെ എടുത്ത നിലപാടിൽ നിന്ന് ഭിന്നമായി ഇന്ന് ആ വിധത്തിൽ പ്രതിക്ക് സഹായകരമാകും വിധത്തിലേക്ക് എന്തുകൊണ്ട് നിലപാട് മയപ്പെടുത്തി? രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ ഗുരുതരമായ പ്രശ്നം, ഈ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രമുഖരുമായിട്ടുള്ള ഈ പ്രതിയുടെ ബന്ധം എന്താണ്? ഇയാൾക്ക് നായാട്ട് നടത്തി പണം കൊയ്യാനും അതിൻ്റെ ലാഭം, അതിൻ്റെ ഒരു പങ്കു പറ്റാനും കഴിയും വിധത്തിലേക്ക് അവിടെ ഒരു സംവിധാനം രൂപപ്പെട്ടിരുന്നോ? സർക്കാർ ഉത്തരവിലൂടെ കാട്ടുപന്നികളെ വകവരുത്തണമെന്ന ആ നിർദ്ദേശം പാലിക്കുന്നതിന് ആ ഭരണസമിതിക്ക് വിമുഖതയുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ